Good morning to all. Good morning, ma'am. Yeah. Start ചെയ്യാം നമുക്ക്. Good morning, ma'am. Yeah, morning. Okay. കുറച്ച് പേരേ ഉള്ളൂല്ലോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Yeah. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Good morning, ma'am. Good morning, all of you. Prayer. ദൈവമേ ഞാൻ നിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലേകണമേ. എൻ്റെ വീതികളിൽ നീ ദീപമായിടണേ. ദൈവമേ ഞാൻ നിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. Good morning, all. Be kind, work hard, and never stop learning. ദയുള്ളവരാകൂ, കഠിനാധ്വാനം ചെയ്യൂ, പഠനം ഒരിക്കലും നിർത്തരുത്. I welcome Ashwati ma'am and all my dear friends to this class. Have a blessed day. Wish you all the best. Thank you. Okay. So once again, good morning to all. And how are you all? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖായിരിക്കുന്നു മാം. പിന്നെന്താ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മുടെ പോർഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? കംപ്ലീറ്റ് ആയി. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോക്കിയായിരുന്നോ? അതാദ്യം ചോദിക്കട്ടെ ഞാൻ. പോർഷൻസ് ഒക്കെ നോക്കിയായിരുന്നോ? കണ്ടീഷണൽ സെന്റൻസസിന് അത് മോക്ക് ടെസ്റ്റ് അയച്ചായിരുന്നു മാം. ഇല്ല. അത് ചോദിക്കട്ടെ, ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് മിസ്സിംഗ് ഉണ്ടോ നോക്കി? 9th ചാപ്റ്റർ കണ്ടീഷണൽ സെന്റൻസിന്റെ ഉണ്ട്. പിന്നെ ക്ലാസ് റൂം ഇംഗ്ലീഷിന് നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കിട്ടിയായിരുന്നോ? അത് കിട്ടിയായിരുന്നു. അത് കിട്ടിയായിരുന്നു. ഇനി ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് മോക്ക് ടെസ്റ്റ് മിസ്സിംഗ് ഉണ്ടോ നോക്കി? കണ്ടീഷണൽ സെന്റൻസ് മാത്രമേ ഉള്ളൂ, വേറെ ഏതെങ്കിലും ഉണ്ടോ? 10, 11, 12, 13, 14, 15 ഒക്കെ കിട്ടിയായിരുന്നോ? എല്ലാം കിട്ടിയില്ല മാം. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. 9 മാത്രമേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു. ടോട്ടൽ 7 ചാപ്റ്റർ അല്ലേ ഈ പരീക്ഷയില് പഠിക്കാനുള്ളത്? എന്താ പറഞ്ഞേ? ലാസ്റ്റ് 16, 17, 18, 19 അതിനൊക്കെ മോക്ക് ടെക്സ്റ്റ് ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട്. 16, 17, 16, 17 ഒന്നും ഇല്ല. അതെ, ഞാൻ ഒന്ന് നോക്കുവോ? അതായത് എന്തറിയോ, ഈ പരീക്ഷയിൽ പഠിക്കാനുള്ളതേ 5ാമത്തെ ചാപ്റ്റർ 5, പിന്നെ 9,
പിന്നെ 11, 12, 13, 14, 15 അങ്ങനെ 7 ചാപ്റ്റർ അല്ലേ പഠിക്കാനുള്ളത് ഈ ടേം 2-ന്? അതെ അതെ. ഇംഗ്ലീഷ് ആണോ പറഞ്ഞോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? ഇംഗ്ലീഷ് ഇതില് നമ്മുടെ ടേം 2-ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് യൂണിറ്റ് 9 to യൂണിറ്റ് 17 കിട്ടിയിരിക്കുന്നത് നമ്മുടെ ടൈം ടേബിളിൽ കേട്ടോ. അതെ അതെ, അത് നോക്കി. അതാണ് 9 മുതൽ 9 to 17 ഉണ്ട്. 17 ഉണ്ട് അല്ലേ? ഉം. ശരിയാ, മിസ്സിനോട് ചോദിക്കാം. അപ്പൊ 16, 17-ഉം പിന്നെ 5 ചാപ്റ്റർ അത് ഇല്ലാനും അല്ലേ? 5 ഇപ്പഴേ എടുത്തേക്കണേ. 5 ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കുന്നല്ലയോ അല്ലേ? അല്ലല്ലോ, ആർട്ടിക്കിൾ കോൺകോഡ് വന്നിട്ടില്ല അല്ലേ? ഇല്ല, എടുത്തില്ല. ഇപ്പോഴല്ലേ പഠിപ്പിച്ചേ? മിസ്സിനോട് ചോദിക്കാട്ടോ. ചോദിക്കാം. ആരേലും എക്സാം ചേഞ്ച് ചെയ്യുന്നത് ജയദേവൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ സംസാരിച്ചായിരുന്നല്ലോ. അപ്പൊ ഇതിന് ചേഞ്ച് ഒന്നും ഇല്ലാന്നാ പറഞ്ഞു. ഡേറ്റിന് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതെ, നമ്മുടെ ഇതില് ഫസ്റ്റ് എയ്ഡ് വന്നിട്ടുണ്ടല്ലോ, അതെന്താ ചെയ്യണ്ടേ? മിസ് വന്നോ? ഫസ്റ്റ് എയ്ഡ് അത് ബൈ മിസ്റ്റേക്ക് വന്നാന്ന് പറഞ്ഞാൽ ഓക്കെ. മാം, ടേം 2-ന്റെ ടൈം ടേബിളിൽ ഞങ്ങൾക്ക് മോഡ്യൂൾ 2 കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് യൂണിറ്റ് 9 to യൂണിറ്റ് 17 എഴുതിയിരിക്കുന്നത്. അതാ ഓക്കെ അല്ലേ? 9 to 17. അതെ. 17 ഇല്ല, 16-ഉം 17-ഉം ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, എവിടം വരെ അപ്പൊ ഉള്ളത്? 9 to 9 ഉണ്ടാകും. 9, 10 നമ്മൾ ഓൾറെഡി ടേം 1 ഉണ്ടായിരുന്നില്ല, പ്രപ്പോസിഷൻ. അതെ ഉണ്ട്. ഇല്ല. അപ്പൊ 9, 11, 12, 13, 14, 15. അപ്പൊ 5th ഉണ്ടോ? ആർട്ടിക്കിൾ ആൻഡ് കോൺകോഡ് ഉണ്ടോ? ഇല്ല, മാറ്റങ്ങളാണ് കോൺകോഡ് ഇല്ല. ഓക്കെ, അത് ഫൈനൽ എക്സാമിനുള്ളൂ. അത് ഫൈനൽ എക്സാം, എല്ലാം കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണ്ട. ഓക്കെ, ഇത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ. 9, 11, 12, 13, 14, 15. ഓക്കെ, ഇതിപ്പോ കണ്ടീഷണൽ സെന്റൻസിന്റെ മോക്ക് ടെസ്റ്റ് നാളെ അപ്ലോഡ് ചെയ്യും. ഫോണിറ്റിക്സിന്റെ നോട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പോർഷനും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. മോക്ക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട്സ് നിന്ന് ചോദിക്കാനുണ്ടല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ്? ഫൈനൽ എക്സാമിന് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ 16, 17, 18, 19 അതിനൊന്നും മോക്ക് ടെസ്റ്റ് ഇല്ലല്ലോ? 16, 17 എക്സാമിനേ ഇല്ല, അതിന് മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ റൈറ്റിംഗ് ആണ്, നമുക്കത് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമില്ല. റൈറ്റിംഗ് വിത്ത് പ്രാക്ടിക്കൽ സെക്ഷൻ തന്നെയാണ്, അത് വേണ്ട. ഓക്കെ, അപ്പൊ 16, 17 ഇല്ല. മെയിൻ എക്സാം ഇല്ലാത്ത ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ചാപ്റ്റർ, 7th ചാപ്റ്റർ, 16-ഉം 17-ഉം 4 ചാപ്റ്റർ ഇല്ല കേട്ടോ. അതൊഴികെ ബാക്കി എല്ലാത്തിനും ക്വസ്റ്റ്യൻ വരും. 1, 7, 16, 17 ഈ 4 ചാപ്റ്റർ ഇല്ല. ഓക്കെ, ബാക്കി എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. 50 ക്വസ്റ്റ്യൻ ആണ് മെയിൻ എക്സാമിൽ വരാം. ടേം 2-ന് 10 ക്വസ്റ്റ്യൻസ് ആണ് വരാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ ഡൗട്ട്സ് ഉണ്ടോ? ടേം 2-ന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക് പറഞ്ഞുതരാമോ? എന്ന് പറയണോ? തേഴ്സ്ഡേ പറയണോ? എന്ത് വേണം? തേഴ്സ്ഡേ മതി. തേഴ്സ്ഡേ. ഇന്ന് ഞാനിപ്പോ എന്ത് എടുക്കും? എങ്കിൽ ഇന്ന് പറ. തേഴ്സ്ഡേ നമുക്ക് ഫോണിറ്റിക് ക്ലാസ് ആക്കാം മിസ്സേ, അപ്പൊ ഓക്കെ ആവില്ലേ? ഓക്കെ. ഈ എല്ലാ ചാപ്റ്ററും ഒന്ന് ഓടിച്ചിട്ടൊന്ന് സെറ്റാക്കി ഇന്നൊന്ന് പറയാവോ? ഓടിച്ചിരുന്നോ? ഏതൊക്കെ ചാപ്റ്റർ? ടേം 2-ന് മാത്രം മതിയോ? മതി. ടൈം 2 മതി. ടേം 2-ല് കണ്ടീഷൻ സെന്റൻസ് അറിയാലോ. കണ്ടീഷൻ സെന്റൻസിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സീറോ കണ്ടീഷനെ കുറിച്ച് ഡൗട്ട് ഉണ്ടല്ലോ, അതിന് ക്വസ്റ്റ്യൻ വരില്ല, പേടിക്കണ്ട. ഒരാഴ്ച ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇത് 3 നോക്കിയാണ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിൽ എന്ത് വരും? ബില്ല് വരും. ഇഫ് ക്ലോസിൽ V1 ആണ് വരുന്നതെങ്കിൽ
മെയിൻ ക്ലോസിൽ വില്ല് വരും. അതാണ് ഫസ്റ്റ് കണ്ടീഷനില്. സെക്കൻഡ് കണ്ടീഷനില് ഇഫ് ക്ലോസില് V2 വന്നാല് മെയിൻ ക്ലോസിൽ എന്ത് വരും? വുഡ് വരും. ആൻഡ് തേർഡ് കണ്ടീഷനിൽ എന്ത് വരും? ഇഫ് ക്ലോസില് ഹാഡ് ഉണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വുഡ് ഹാവ് വരും. ഇതാണ് കണ്ടീഷണൽ സെന്റൻസ്. ഓക്കെ അല്ലെ? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, വില്ലോ വുഡോ വുഡ് ഹാവ് ഒക്കെ ആഡ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഓക്കെ ആണോ അത്? ഇനി ഡയറക്ട് സ്പീച്ച്. ഡയറക്ട് സ്പീച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇമ്പറേറ്റീവ്സ് ഉണ്ട്, എക്സ്പ്ലനേഷൻ ഉണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കും. ഓക്കെ, ഏതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോലെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ദെൻ പാർട്ടിസിപ്പിൾ അറിയാം, ING ഫോമും ദെൻ നമ്മുടെ V3 ഫോം അതായിരിക്കും വരാം. ഡാഷ് വെച്ചിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെയാണ്. ഷീസ് ഡാഷ് എ സോങ്. അവിടെ എന്ത് വരും? ING ഫോം ആണ്. കാരണം ഓക്സിലറി ഉണ്ട്, ഈസ് ഉണ്ട്. അപ്പൊ ING ഫോം ആയിരിക്കും വരാം. സിംഗിങ് വരും. ആൻഡ് വേർഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് ഡാഷ് ഇംഗ്ലീഷ് എന്നാണെങ്കിൽ എന്ത് വരും? ഹാവ് വന്നിട്ടുണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് V3 ഫോം ആയിരിക്കണം. ലേൺഡോ സ്റ്റഡിയോ എന്തെങ്കിലും പറയും. അതാണെന്ത്? പാർട്ടിസിപ്പിൾ. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ഫ്രേസൽ വെർബ്. 64 ഫ്രേസൽ വെർബ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ഇമ്പോർട്ടൻസ് ഏതാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് തെറ്റിച്ച് നമുക്ക് തരും. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അതിൽ 3 ഓപ്ഷൻ ചിലപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിരിക്കും പിക്ക് ഔട്ട് ദ റോങ് സ്പെൽഡ് വേർഡ്. തെറ്റായി സ്പെൽ ചെയ്ത വേർഡ് പിക്ക് ഔട്ട് ചെയ്യാനായിരിക്കും. അപ്പൊ 3 ഓപ്ഷൻ ചിലപ്പോൾ കറക്റ്റ് സ്പെല്ലിങ്ങും ഒരെണ്ണം തെറ്റായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഇതാണ് ടേം 2 പറ്റി പറയാനുള്ളത്. ഓക്കെ ആണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻസ് കൂടെ പറഞ്ഞു തരട്ടെ. നമ്മൾ കഴിഞ്ഞല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്തേ, പോരാവേ. പിന്നെ ടാഗ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. ടാഗ് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മാം ഫ്രേസൽ വെർബ് കുറെ ഇല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ? അതെല്ലാം പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് മാം പറഞ്ഞു തരാന്ന് പറഞ്ഞിരുന്നു. അത് പറയും, പേടിക്കണ്ട. ഇനിയിപ്പോ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ടാഗിൽ 2 ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഓക്കെ, ടാഗിൽ 2 ക്വസ്റ്റ്യൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പറയണോ ഞാൻ? ഷുഡ് ആണെങ്കിൽ എന്ത് വരും? സ്റ്റേറ്റ്മെന്റിൽ ഷുഡ് ആണ് യൂസ് ചെയ്തെങ്കിൽ എന്ത് വരും? ടാഗ് എന്ത് വരും? ഷുഡിന്റ് വരും. ക്യാൻ ആണെങ്കിൽ എന്ത് വരും? ക്യാൻറ്റ് വരും. വില്ലാണെങ്കിലോ? ഇനി നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ ഇപ്പോ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്തെങ്കിൽ ടാഗ് എന്ത് വരും? അല്ലാതെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട് വരാണെങ്കിലോ സിംഗുലർ സബ്ജക്ട് ഡു ആണെങ്കിൽ ഡു വെച്ചിട്ട് അല്ലെങ്കിൽ എസ് വരുവാണെങ്കിൽ ഡസ് ചേർക്കണം. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ടാഗ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരും. 2 ക്വസ്റ്റ്യൻ ഉള്ളൂ ടാഗ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ കണ്ടീഷൻ സെന്റൻസ് പറയുകയാണെങ്കിൽ ചില കേസസ് ഇപ്പൊ 0 കണ്ടീഷനിലോ ടേം 2 വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ചില കേസസ് നമുക്ക് അറിയാലോ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ഹീറ്റ് വാട്ടർ 200 ഡിഗ്രി സെൽഷ്യസ് എന്ത് വരും? ഇറ്റ് ബോയിൽസ് ആണ്. നമുക്ക് അറിയാം, ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇഫ് യു ഹീറ്റ് ഐസ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? എന്ത് പറ്റും? മെൽറ്റ് ചെയ്യും. അപ്പൊ ഇറ്റ് എന്ത് വരും? ഇറ്റ് മെൽറ്റ്സ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് എന്തുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്നാലും മെൽറ്റ് ആവും. അപ്പോ ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ കണ്ടീഷൻ സെന്റൻസ് പ്രതീക്ഷിക്കാം. എക്സ്പെക്ടഡ് ആണ് കേട്ടോ. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ
പിന്നെ ഹാഡ് വരാണെങ്കിൽ എന്ത് വരും? ഇഫ് ക്ലോസിൽ ഹാഡ് വരാണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വരും. ഇത് അറിയാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ടേം 2 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഞാൻ പറഞ്ഞ പോലെ പാർട്ടിസിപ്പിൾ ആണ്. നേരത്തെ പറഞ്ഞാണ് ഹാവ് ആണെങ്കിൽ V3 ആണ്. ഈസ്, ആം, ആർ, വാസ്, വേർ ഒക്കെ ആണെങ്കിൽ ING ഫോം ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് പാർട്ടിസിപ്പിൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ 6 ക്വസ്റ്റ്യൻ ആയില്ല ഇപ്പൊ. ആൻഡ് നെക്സ്റ്റ് വൺ ഡാറ്റ് സ്പീച്ച്. ഡാറ്റ് സ്പീച്ചിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ തൽക്കാലം സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കുക. ഇത് കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ. സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കി. ആൻഡ് അതിനെന്ത് ഒരു ക്വസ്റ്റനേ ഉള്ളൂ, പേടിക്കണ്ട. അപ്പൊ സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഒരു ക്വസ്റ്റനേ ഉള്ളൂ. ആൻഡ് പിന്നെ എന്താണ് നെക്സ്റ്റ് ചെയ്തായിരുന്നു നമ്മുടെ സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യും. സ്പെല്ലിംഗ് നിങ്ങൾക്ക് ഫെമിലിയർ വേർഡ് ആയിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യും. അതിന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ. ഫ്രേസൽ വർക്കിന് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു 5 എണ്ണം ഞാൻ പറഞ്ഞു ഇപ്പൊ. ഒരു പോലെ 5 4 എണ്ണം. ഓക്കെ, the first one is carry on. നോട്ട് ചെയ്ത് വെച്ചോളൂ, പിന്നെ ചോദിക്കരുത്. carry on, cut down, give away, put on. Okay, നോട്ട് ചെയ്തായിരുന്നോ? carry on, cut down, give away, then put on. 4 എണ്ണം. ഇത്ര നോക്കിയാൽ മതി. അതിന്റെ ജസ്റ്റ് മീനിങ്സ് ഒന്ന് പറയാവോ? ക്യാരി ഓൺ കണ്ടിന്യൂ ചെയ്യാം. then cut down കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. ആൻഡ് ഗിവ് അപ്പ് എന്താണ്? സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? പുട്ട് ഓൺ എന്താണ്? ഡ്രസ് ഇടുക, വെയർ ചെയ്യുക. പുട്ട് ഓൺ that's all. ഇതാണ് 4 എണ്ണം. ഈ 4 എണ്ണം പഠിക്കാം. അതിന് ഒരു ക്വസ്റ്റ്യൻ വരും. എത്രയേ ഉള്ളൂ? ഇതാണ് 10 ക്വസ്റ്റ്യൻ. മനസ്സിലായാലോ? ഏതൊക്കെയാണ്? ടാഗ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻ, കണ്ടീഷണൽ സെന്റൻസ് 2 ക്വസ്റ്റ്യൻ, പാർട്ടിസിപ്പിൾ 2 ക്വസ്റ്റ്യൻ, അതുപോലെ അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് 2 ക്വസ്റ്റ്യൻ, ആൻഡ് ഡയറക്റ്റ് സ്പീച്ച് 1 ക്വസ്റ്റ്യൻ, ഫ്രേസൽ വെർബ് 1 ക്വസ്റ്റ്യൻ. അങ്ങനെ 10 ക്വസ്റ്റ്യൻ. സെറ്റായോ? ആശ്വാസമായല്ലോ? നീ പറഞ്ഞോ? ഞാൻ പണി ക്വസ്റ്റ്യൻ പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇനി എന്താ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വേണ്ടി കോണ്ടെക്സ്റ്റിന് വേണ്ടി മാറ്റി വെക്കാം. അത് നല്ലൊരു ആശയമാണ്. ഇനി കോണ്ടെക്സ്റ്റിന് വേണ്ടി ഞാൻ ഇവിടെ കണ്ടല്ലോ, അതൊക്കെ ഓക്കെയാണ്. സെറ്റ്. മെയിൻ എക്സാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. റിവിഷൻ എന്തോ വെക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഡേറ്റ് പറയാം. ഡേറ്റ് പറയാം. അതെന്നത്തേക്ക് വേണമെന്ന് പറയും. നിങ്ങളുടെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരണോ? ഇംഗ്ലീഷ് എക്സാമിന് മുന്നേ വേണം? എന്ത് വേണം? പറഞ്ഞായിരുന്നല്ലോ, നമ്മള് ടേം 2 കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് വരുന്ന ടൈം മാം ഫ്രീ ആയിരിക്കും, ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. അതിലേതെങ്കിലും ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞേ. ഏത് ഡേ വേണമെന്ന് നിങ്ങള് കൺഫേം ആക്കിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിക്സ് ചെയ്തല്ലോ. 18 ആണോ അത്? എന്നായിരുന്നു ടേം എക്സാം എന്നാ സ്റ്റാർട്ട് ചെയ്യാം? 31st സ്റ്റാർട്ട് ചെയ്യാം. എന്നാണ്? 31st സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ലാസ്റ്റ് ആണ്, പഠിക്കണ്ട. ഒരുപാട് ടൈം ഉണ്ട്. ടേം 2 17 ആണ് എക്സാം. ടേം 2 17 ആണ്. ടേം 2 ശേഷം മതിയോ? ടേം 2 ശേഷം മതിയില്ലേ? അതാണ്. അത് മതി മാം. പഠിക്കാൻ കുറച്ച് ടൈം കിട്ടും മാം. അപ്പൊ പഠിക്കാല്ലോ. ശേഷം മതി. ഒരു ഡേറ്റ് ഒന്ന് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് നോട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഞാനത് ആ ടൈമിൽ ഏതെങ്കിലും ക്ലാസ് ഒക്കെ വെക്കുകയാണെങ്കിൽ പണി കിട്ടും. അതുകൊണ്ടാണ്.
അപ്പൊ 17th നമുക്ക് ടേം 2 വരുന്നുണ്ട്. അപ്പൊ ക്ലാസ് എന്നത്തേക്ക് വെക്കണം? 17th മൺഡേ അല്ലേ മാം? അപ്പൊ നമുക്ക് 18th തന്നെ വെക്കാം. 18 വെക്കാം. 18 വെക്കാം. പിന്നെ അല്ലെങ്കിൽ വെക്കേഷൻ ബിസി ആവല്ലേ. 18 മതി മാം. 18 ട്യൂസ്ഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് 11:30. ഓക്കെ, ഓക്കെ ഓക്കെ. ഞാൻ നോട്ട് ചെയ്ത് വെക്കട്ടെ, അത് മറന്നു പോകും. എന്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നെ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ 18 നമുക്ക് 11:30 ക്ലാസ് വെക്കാം, ട്യൂസ്ഡേ ക്ലാസ് വെക്കാം. ഫ്രീ ആയിരിക്കും. കാരണം ഇങ്ങനെ പറയാൻ കാരണം വേറൊന്നുണ്ടല്ലോ കേട്ടോ. നമുക്ക് എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും ആരെങ്കിലും ലീവ് വരാണെങ്കിൽ ആ ടൈമിൽ ടീച്ചേഴ്സിന് ചിലപ്പോൾ ക്ലാസ്സസ് കിട്ടാം. അപ്പോ അതുകൊണ്ട് നേരത്തെ പറഞ്ഞേക്കാണെങ്കിൽ ആ ടൈം ഞാൻ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങള് പെർമിഷൻ എടുക്കണോ അതോ മാം 18th ഓക്കെ ആണോ? ഞങ്ങള് പെർമിഷൻ എടുക്കണോ? വേണ്ടല്ലോ. വേണമെന്നില്ല, ചോദിച്ചാൽ മതി. നിങ്ങൾ ജിഷൻസിനോട് ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഒരു ക്ലാസ് Okay. വേണമെന്ന് പറഞ്ഞു വെച്ചാൽ മതി. നമ്മുടെ ഡേറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യാമല്ലോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് തേഴ്സ്ഡേ നമുക്ക് ഫോണിക്സും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പൊ 18 പിന്നെ മോക്ക് ടെസ്റ്റ്, ആർട്ടിക്കിളിന്റെ മോക്ക് ടെസ്റ്റിൽ 4th ക്വസ്റ്റ്യൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 100 എന്നുള്ളത്. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. 100 മിസ്റ്റേക്ക് ഉണ്ടോ? 100 എന്നാണോ? 100 എന്നല്ല എഴുതിയിരിക്കുന്നത്, 6 വരെ എൽ ആണ്. ആണോ? ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മളല്ല ഇത് ചെയ്യുന്നത് കേട്ടോ, ടെക്നിക്കൽ ടീമാണോ. സ്കൂളിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാം. കറക്റ്റ്. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഇതിൽ മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, ദെൻ പിന്നെന്താ? അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞു. ഇനി വൈവ് കംപ്ലീറ്റ് ആയോ നിങ്ങളുടെ? അത് ചോദിക്കട്ടെ. യെസ് മാം, വൈവ് ഓൾമോസ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കഴിഞ്ഞു മാം. സമാധാനായി അല്ലെ? ടെൻഷൻ അടിച്ച പോലെ എങ്ങനെ ഉണ്ടായിരുന്നു? ടഫായിരുന്നു? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ കോഴ്സ് കഴിയാറായി മാം, ഭയങ്കര വിഷമമുണ്ട്. വൈവ കഴിഞ്ഞപ്പോ കോഴ്സ് കഴിഞ്ഞ പോലെയാ, എല്ലാം കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. വൈവ കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല. ഇനി ഞാൻ ചിലപ്പോ കുറച്ച് നമ്മള് 18 കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞിരിക്കും. പിന്നെ നിങ്ങളുടെ ഇത്ര നാൾ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? 18th ബാച്ച് ജേർണി. മാം 17th ഗ്രാജുവേഷൻ സെറമണി നടത്തിയത് വേറെ സ്ഥലത്തായിരുന്നോ? ഡിഫറൻസ് ഉണ്ടായിരുന്നല്ലോ. അതെ, വേറെ. അതെന്താ മാം? മഴയുണ്ടോ? മഴയുണ്ടല്ല, നമുക്ക് ആ ഹോള് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല, കിട്ടായിരുന്നു. വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ ടൈമിൽ തന്നെ നടത്തേണ്ടതായിരുന്നു. കാരണം ഓൾറെഡി ഡേറ്റ് ഫിക്സ് ചെയ്തായിരുന്നു. ഡേറ്റ് ഫിക്സ് ചെയ്തു. നമ്മൾ ഇൻഫർമേഷൻ പറയുമല്ലോ. അപ്പൊ കുട്ടികളെല്ലാം ആ ടൈമിൽ ഓൾറെഡി ട്രെയിൻ ആണെങ്കിൽ എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് പിന്നെ നമ്മുടെ ഹോള് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് മാറ്റിയത്. കാരണം ഡേറ്റ് മാറ്റാൻ പറ്റില്ലല്ലോ. ഡേറ്റ് മാറ്റാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ മാറ്റിയതായിരുന്നു. അങ്ങനെ നമുക്ക് ആ ഹോള് കിട്ടിയാണ്. പക്ഷെ ഡേറ്റ് മാറ്റാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി കുട്ടികളെല്ലാം ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ വേറൊരു ഹോളിലേക്ക് മാറ്റി. ആ ഹാൾ അത്ര ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. നിങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ ഹാൾ ഇതാണ്. ഞങ്ങൾക്ക് പെർമനന്റ് ഹാളാണ് അത് കേട്ടോ. ഇതല്ല കേട്ടോ, കഴിഞ്ഞ കൺവെൻഷൻ അല്ല, അല്ലാതെ എല്ലാ ഹാളും ഞങ്ങൾക്ക് പെർമനന്റ് ആണ്. സോ അവിടെ നമ്മള് കുറച്ച് യൂസ്ഡ് ആയിപ്പോയി, അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം. അശ്വതി മാമൊക്കെ നന്നായി ഡാൻസ് കളിച്ചല്ലോ. അറിയോ? കേട്ടില്ല ഞാൻ. അല്ല, അശ്വതി മാം നന്നായി ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ. അത് ഞാനോ? സ്വാഭാവികം മാത്രം. നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ടീച്ചേഴ്സിന് ഡാൻസ് നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് ടീച്ചേഴ്സിന് ഡാൻസ് വേണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. നിങ്ങൾ കാരണം ഞങ്ങൾ ഡാൻസ് കളിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? എല്ലാ ബാച്ചസിലും ഇങ്ങനെ നിർബന്ധമുണ്ട്, ടീച്ചേഴ്സ് ഡാൻസ് വേണം. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല. ഭയങ്കര ബിസിയാണ് ഞങ്ങള്, ബിസി സ്കെഡ്യൂളാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇത്ര ഡാൻസ് കുറഞ്ഞു, ഡാൻസ് സ്ട്രെങ്ത് ലെങ്ത് കുറഞ്ഞു, വളരെയധികം കുറച്ചു, ഒട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാട്ടോ. ഞങ്ങളുടെ കോൺവെക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ലെങ്ത് കുറച്ച് കുറയും, അറിയാൻ പറ്റില്ല. ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര കുറച്ചുകൂടെ റഷാണ് ഇപ്പൊ. ദെൻ
പിന്നെന്താ ബിസ്മ എന്താ ചോദിച്ചേ? ഞാൻ പറഞ്ഞത് ആ പഴയ ഹോളായിരുന്നു നല്ലതെന്ന്. ഇതാണ് നല്ലത്, ഞങ്ങൾക്കും അറിയാം. ഞങ്ങളുടെ എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഇതെല്ലാം പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ അത്രത്തോളം എല്ലാ കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്യാനും പറ്റിയില്ല. ഇനി ഈ ഹോള് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ പറയാം. നമുക്കപ്പോ ഇപ്പൊ കഴിഞ്ഞ അതേ ഹോളായിരിക്കോ അതോ പഴയ ഹോളായിരിക്കോ? പഴയതാണ്, പഴയ ഹോൾ തന്നെയാണ്. ഇതാ അങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നുകൊണ്ട് മാത്രം നമ്മൾ വേറെ ഹോളിലേക്ക് മാറിയതാട്ടോ. പഴയ ഹോൾ തന്നെയായിരിക്കും. പിന്നെന്താ, എല്ലാരും കോൺവെക്കേഷന് വരണം കേട്ടോ. ഓക്കെ, കോൺവെക്കേഷന് വരണം, സംസാരിക്കണം. ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഡയറക്റ്റ്ലി കാണുമ്പോൾ ചിലപ്പോൾ മിണ്ടിന്നൊക്കെ വരില്ല. കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട. ജാടിയൊന്നും പറയണ്ട, ജാടിയൊന്നുമല്ല. അത് നിങ്ങൾ നേരത്തെ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ കൊണ്ടാണ്, വേറെ ഒന്നല്ല കേട്ടോ. ഓക്കെ, പിന്നെന്താ, പിന്നെ നിങ്ങളുടെ ഒരു ജേർണി പറയൂ. ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് ക്ലാസിനെ കുറിച്ചും നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജിനെ കുറിച്ചും ബിഫോർ ആൻഡ് ആഫ്റ്ററിനെ കുറിച്ചൊക്കെ ഒന്ന് എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യും നിങ്ങൾ. കേക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മുടെ പോർഷനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടോ? ഇതൊന്നും വേണ്ടുന്നില്ലേ? എന്ത് കഷ്ട, സംസാരിക്കൂ, ഉണ്ടാതിരിക്കല്ലേ. മിസ്സേ എന്താ പറയാ, ആദ്യം മുതൽ ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടാവോ? നമുക്ക് കഴിഞ്ഞ ടേമിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവോ എക്സാം? ആ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എക്സാം ആണെന്ന് വിചാരിച്ച് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പോയി ഒന്ന് റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ബാച്ചിന്റെയും ക്വസ്റ്റ്യൻസ് ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. കേട്ടല്ലോ? ഒരു ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഇംഗ്ലീഷ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, കണ്ടന്റ് മാത്രം പഠിക്കുക. ഞാൻ പറയുന്നത് മാത്രം പഠിക്കുക. ഓക്കെ അല്ലേ? Any other questions or any other doubts? എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? 1 year കഴിഞ്ഞു അല്ലേ? 1 year എന്ന് പറയുന്നത് 10 മാസം. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നിങ്ങള്? നിങ്ങളുടെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട്? ഇംഗ്ലീഷിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഞാൻ പഠിപ്പിച്ചോണ്ട് വല്ല ഗുണമുണ്ടോ? ഇത് ചോദിക്കണമല്ലോ. എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. അതിൽ എക്സ്പീരിയൻസ് പറയൂ. മിണ്ടാതിരിക്കുകയാണത്. അരമണിക്കൂറിൽ മിണ്ടാതിരിക്കേണ്ടി വരും കേട്ടോ. സംസാരിക്കും എന്തെങ്കിലും. ചെറുതായിട്ട് ഒക്കെ മാറ്റമുള്ള പോലെ തോന്നി. ചെറിയ മാറ്റങ്ങളുണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ആവും. കുറച്ചും കൂടി ബേസിക് ഇംഗ്ലീഷ് കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി. നമ്മള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിക്കാത്ത മീൻസ് അവർ കവർ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴാണ് കവർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നി. ഒന്നും കൂടി എല്ലാം ക്ലിയർ ആയി. പിന്നെ ഒരു കുറച്ചൊക്കെ എല്ലാ ബേസിക് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, ഒന്നും കൂടി ഒരു കോൺഫിഡന്റ് വന്നിട്ടുണ്ട്. മീൻസ് ഇംഗ്ലീഷില് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ടൊക്കെയാണ് പഠിച്ചു വെച്ചിരുന്നത്. അപ്പൊ അതൊക്കെ അതിലൊക്കെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ച ഗ്രാമർ ആണ്. ഗ്രാമർ ബേസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്നും നമ്മൾ കേട്ടില്ല. കമ്മ്യൂണിക്കേഷനിലൊക്കെ എത്തണമെങ്കിൽ അത് ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പറ്റും. സോ എനിക്ക് അറിയില്ല, ജസ്റ്റ് ഒരു ഗസ്സും ഒരു എക്സ്പെക്ടേഷനും കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. സപ്പോസ് ഇനി സ്മാർട്ട് സീരീസ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ജോയിൻ ചെയ്യാൻ നോക്കാം. കാരണം നിങ്ങൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലൊക്കെ എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പ്രാക്ടീസ് മസ്റ്റ് ആണ്. അത് പ്രാക്ടീസ് ചെയ്യാൻ റെഡിയായൊരു മാത്രം അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മതി. കേട്ടല്ലോ? മിണ്ടാതിരുന്നത് കാര്യമാണ്. മിണ്ടാതിരുന്നത് നമ്മൾ പഠിക്കില്ല. അതാദ്യം മനസ്സിലാക്കാം. കേട്ടല്ലോ? അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ജസ്റ്റ് തിയറി മാത്രം, ഗ്രാമർ മാത്രം. ഓക്കെ, അങ്ങനെ കോഴ്സ് വരുമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ പറയാണ്. കാരണം
മോണ്ടിസോറിയിൽ നമ്മൾ ഞാൻ സാറിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നോട് സംസാരിക്കാൻ വില്ലിങ്ങായവർ വളരെ കുറച്ച് പേര് മാത്രമായിരുന്നു. അവര് വേണ്ടി എന്ന് പറയാം. ഞാൻ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിളിക്കുന്ന സംസാരിക്കൂ എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ലീവ് ചെയ്ത് പോകാം, അൺമ്യൂട്ട് ചെയ്യാതിരിക്കാം, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് ഓൺലൈൻ ആയതുകൊണ്ട് അതിന്റെ ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട് നമുക്ക്. ഓക്കെ, പക്ഷെ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഇറങ്ങി പോകണമെങ്കിലും ക്ലാസ്സിൽ എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം. ഇവിടെ നമുക്ക് വിതൗട്ട് അവർ പെർമിഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അല്ല, അതാണ് ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആസ് എ മെന്റർ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഞാൻ മാത്രം ഇട്ടിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇംപ്രൂവ്മെന്റ് ഒന്നും വരില്ല. നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളോട് അത് മിങ്കിൾ ചെയ്യേണ്ടതാണ്, അല്ലെ? സോ അത് നിങ്ങൾ ബില്ലിങ് ആയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് നീ ആരും അങ്ങനെ വിചാരിക്കാതെ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, എനിക്ക് ലെവൽ അല്ലെങ്കിൽ എനിക്ക് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കരുത്. കാരണം ഇത്രയാണ്, നമ്മൾ ഇതുവരെയും പഠിച്ച തിയറീസ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കുറെ സ്വയം വിചാരിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അതിനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറയണ്ട, പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ അതിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഇംപ്രൂവ്മെന്റ് തോന്നുള്ളൂ, ആ സ്കിൽ ഇംപ്രൂവ്മെന്റ്, അല്ലെ? സോ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളും എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ തന്നെ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി വരും. കേട്ടല്ലോ? പിന്നെന്താ എല്ലാവരും ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ. ചുമ്മാ ഇരിക്കരുതേ, പഠിച്ചതൊക്കെ വെറുതെ ആകരുത്. ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഒന്നുമില്ല? ഒന്നും മിണ്ടുന്നില്ലല്ലോ. മാമിന് ഞങ്ങളെ കുറിച്ചുള്ള ഒരു എന്താണ് എക്സ്പീരിയൻസും തോട്ടൊക്കെ എന്താണ്? മീൻസ് ഞങ്ങളുടെ ബാച്ച് MD-IT ബാച്ച്. ഓക്കെ, ബാച്ചിലേക്ക് ആദ്യം നമ്മൾ ജോയിൻ ചെയ്ത സമയം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അല്ലെ? ഞങ്ങളൊരു MD-8 എന്ന് പറഞ്ഞ ബാച്ച് പാസ് ഔട്ടായി അല്ലെങ്കിൽ കോൺവൊക്കേഷൻ കഴിഞ്ഞ ഒരു ടൈമിലാണ് ഞങ്ങളോട് ജോയിൻ ചെയ്തത്. മീൻസ് ആ ഒരു ഹാങ് ഓവറിലാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സോ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ബാച്ച് ആയിരുന്നു. കാരണം നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി, എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ആ ഒരു നിങ്ങളിപ്പോ ഒട്ടും ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ ആക്റ്റീവ് ആണെന്ന് മാത്രമല്ല, അത് ഒരുപാട് സ്ട്രെങ്തോ കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ഒരു മന്ത്സ് അല്ല, ഇങ്ങനെ കുറെ മാസങ്ങൾ കഴിയും തോറും സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്നും ഇന്നും സംസാരിച്ചവര് കുറച്ചുപേർ ഇപ്പോഴും ക്ലാസ്സിലുണ്ട്. ഓക്കെ, അത് നിങ്ങളൊക്കെ തന്നെയാണ്, വേറെ ആരുടെ നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ കുറെ പേരൊന്നും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. സ്ട്രെങ്ത് കുറഞ്ഞു. പിന്നെ നല്ല ബാച്ചസ് അല്ല, നല്ല ബാച്ചാണ്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ആക്റ്റീവ്നെസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വളരെയധികം മിസ് ചെയ്തു. എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ പറയുന്ന ഒരു കാര്യമായിരുന്നു. കാരണം MD-8 എന്ന് പറയുന്ന ബാച്ച് അത്രയും വൈബ്രന്റ് ബാച്ച് ആയിരുന്നു. അതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മൊത്തത്തോളം ആ ഒരു വൈബ്രന്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴൊക്കെയോ വെച്ച് അതങ്ങനെ പോയി. സ്ട്രെങ്ത് കുറഞ്ഞതോടുകൂടി നിങ്ങളുടെ ബാച്ചിൽ പറയുന്ന പോലെ ബാച്ച് കുറച്ചുകൂടെ ശോകമായി മാറി. ടീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു 18 ബാച്ച് സ്ട്രെങ്ത് കുറഞ്ഞു, ഇപ്പൊ പഴയതുപോലെയല്ല അതൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ നിങ്ങളെ കുറിച്ച് എനിക്കൊന്നും വേറൊന്നും പറയാനില്ല. നല്ല ഒരുപാട് സ്റ്റുഡൻസ് ആണ്, അത്യാവശ്യം പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് ആണ്. പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഒബേ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാ മാറ്റങ്ങളും ഞങ്ങൾ ആസ് എ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം. കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകാം. അപ്പോ മെയിൻലി ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങള് ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞതിൽ ഒരു ബുദ്ധിമുട്ട് മാത്രം, അല്ലാതെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. അത് കുറച്ച് പേരൊക്കെ ഡിസ്കണ്ടിന്യൂ ആയി പോയതാണ് മാം. ഫിനാൻഷ്യലിയോ എന്തെങ്കിലുമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഉള്ളവരല്ലേ ഇപ്പം. അങ്ങനെയൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തതായിരിക്കും. അതുവരെ ഗ്രൂപ്പിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ഒക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു എല്ലാവരും.
ഇപ്പോഴും അങ്ങനെ ഗ്രൂപ്പും അതുപോലെ തന്നെയാണോ? എക്സാമിന്റെ ഒക്കെ കാര്യമൊക്കെ വരുമ്പോ ആക്റ്റീവ് ആവും. എന്നാലും ഇപ്പൊ അങ്ങനെ ആരും ആക്റ്റീവ് ഇല്ല. ആദ്യമൊക്കെ നല്ലതായിരുന്നു. ഇംഗ്ലീഷില് ടൈമൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു, നല്ലതായിരുന്നു. പിന്നെ പാട്ട് അങ്ങനെയൊക്കെ ഓരോ നല്ലതായിരുന്നു. എല്ലാരും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, ആക്റ്റീവ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടി, പിന്നെ പലരും ബിസിയായി, അങ്ങനെയൊക്കെ ഇപ്പൊ ഏകദേശം ഗ്രൂപ്പിൽ ആക്റ്റീവ് എത്ര പേരുണ്ട്? ഗ്രൂപ്പില് മെമ്പേഴ്സ് ഒത്തിരി ഉണ്ട്. ആക്റ്റീവായിട്ട് അങ്ങനെ പറയാനാണെങ്കിൽ എക്സാമിന്റെ കാര്യങ്ങൾ അങ്ങനെ ഡൗട്ട് ഒക്കെ ചോദിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. ജോയിൻ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 10-12 മെമ്പേഴ്സേ ഉള്ളൂ എല്ലാ ദിവസവും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. ബാക്കി അല്ലാതെ മറ്റേ വേറെ പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതില് ആക്റ്റീവായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവര് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രശ്നം. അത് കൂടുതലും റെക്കോർഡഡ് ക്ലാസ് ആണ് ഇപ്പൊ എല്ലാരും കാണാം. ഈ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു സ്ട്രെങ്ത് ഇത്രയും അങ്ങ് കുറഞ്ഞത്. പിന്നെ മടിയാവും. നമ്മള് കുറെ നാൾ ജോയിൻ ചെയ്യാൻ മടി വരും. അതിനത്രയും ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഇത് വരുമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി. അങ്ങനെയാണെങ്കിൽ കോൺവെക്കേഷൻ വലിയ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? ഞങ്ങളുടെ മാഗസീനൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നേ. ഇനിയിപ്പോ ടൈമൊന്നും ഇല്ല മാം. പിന്നെ PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഫുൾ ഡേ ഇപ്പൊ ക്ലാസ് ആണ്. PG ക്ലാസ് ഇത് പിന്നെ സ്പെഷ്യൽ ക്ലാസ്സുകൾ. അപ്പൊ എല്ലാവർക്കും ലാസ്റ്റ് ഇപ്പൊ എല്ലാവരും ഭയങ്കര ബിസി ആയിപ്പോയി. ഇനിയിപ്പോ കോൺവെക്കേഷൻ വരുന്നത് നിങ്ങളുടെ കോൺവെക്കേഷൻ ആയിരിക്കും. 18 19 ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും. കഴിഞ്ഞിട്ടായിരിക്കാം മേ ബി വരാട്ടോ. PG കംപ്ലീറ്റ് ആവാറായോ? ഇല്ല മാം, കുറെ ഉണ്ട്. അപ്പൊ ഈ 17ന്റെ ക്ലാസ് കഴിഞ്ഞ PG ക്ലാസ് ഉണ്ടാവൂല്ലോ ഞങ്ങൾക്ക്, PG-കാർക്ക് ഡിപ്ലോമ ഇപ്പൊ കഴിയല്ലോ, ഈ പ്രയർ കഴിയും, PG ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, PG ഉണ്ടാവും കേട്ടോ. പ്രോഗ്രാംസ് ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ പ്രോഗ്രാംസും അങ്ങനെ കാര്യങ്ങളൊന്നും നിങ്ങൾ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ജസ്റ്റ് നോക്കൂ കേട്ടോ, എന്തെങ്കിലും ചെറിയ പരിപാടികൾ. കാരണം 18 19 ഒരുമിച്ചായിരിക്കും. 19നും ഇത്രയും ഒക്കെ ഉള്ളൂ. ഇപ്പോ വളരെ കുറവാണ്, ബാച്ച് സ്ട്രെങ്ത് ഒക്കെ വളരെ കുറവാണ്. പുതിയൊരു ജോനേഴ്സ് ഉണ്ട്, അവരുണ്ട് സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ട് സ്ട്രെങ്ത് പോകുന്നതോളം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെന്താ പറയാ, പിന്നെന്താ ഏത് ഈ സെപ്റ്റംബർ ലാസ്റ്റ് എപ്പോഴായിരിക്കും മാം ഇതിന്റെ നമ്മുടെ കോൺവെക്കേഷൻ വരുന്നത്? വെക്കേഷൻ ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. എക്സാം കഴിയണം, ശേഷം ഉണ്ടാവും. സെപ്റ്റംബറിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങളുടെ എക്സാം എന്നാ കഴിയാ? എന്നാ എക്സാം കഴിയാ? സെപ്റ്റംബർ 8-ന് കഴിയും. അത് കഴിഞ്ഞ് PG ഉണ്ട്, PG-യുടെ എക്സാം ഉണ്ട്. അതോട് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ കോൺവെക്കേഷൻ കേട്ടോ. ഫ്യൂച്ചർ എക്സാം എന്നത്തേക്കായിരിക്കും? ടൈം ടേബിൾ ഒന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല, തന്നിട്ടില്ല. ഒക്ടോബറിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെന്താ മാം ഒരു ഡൗട്ട് ഉണ്ട്. മീൻസ് സ്പെല്ലിങ്ങിന്റെ ഒരു മോക്ക് ടെസ്റ്റില് കറക്റ്റ് എന്നിട്ട് അതില് 3 വാക്ക് എഴുതിയിട്ടുണ്ട്, വേർഡ് എഴുതിയിട്ടുണ്ട് സ്പെല്ലിംഗ് കറക്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മോണ്ടസറി, സെന്റൻസ്, ഗ്രാമർ. അപ്പൊ അതിൽ 2 റോങ് ആണ്. ടിക്ക് ഔട്ട് ദ റോങ് സ്പെല്ലിംഗ് എന്നുള്ളതില് ഗ്രാമർ ഉണ്ട്. അപ്പൊ അതും ഒന്ന് നോക്കണേ. പക്ഷെ അതില് 2 റോങ് ആണ്. പിന്നെ അല്ലെ ആർട്ടിക്കിൾ ആർട്ടിക്കിളും സ്പെല്ലിങ്ങും നോക്കാട്ടോ. അങ്ങനെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയായിരുന്നു. ക്വസ്റ്റ്യൻസ് വന്നത് ഇതുപോലെ തന്നെയാണ്.
റോങ് സ്പെൽസ് വേർഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുപോലെ രണ്ട് റോങ് സ്പെൽസ് വേർഡ് വന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എക്സാമിന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ്, ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിക്കും എന്ന് ഞാൻ പറയുന്നത് സംഭവിക്കാം, മനുഷ്യന്മാരുടെ കാര്യമാണ്. ഇതെല്ലാം ടൈപ്പ് ചെയ്യുന്ന റോബോട്ട് ഒന്നല്ല, ആസ് ഹ്യൂമൻ ബീയിങ് ആണ്. സോ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നേക്കാം. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വലിയ ഇഷ്യൂ ആക്കാൻ നിൽക്കരുത് കേട്ടോ. എല്ലാവരോടും കൂടി പറയുന്നത് വലിയ ഇഷ്യൂ ആക്കാൻ നിൽക്കരുത്. ഓക്കെ, സോ അത് മാക്സിമം വരാതെ ശ്രമിക്കുന്നുണ്ട്. സപ്പോസ് വന്നേക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഉറപ്പുമില്ല, മീൻസ് വരും എന്നല്ലട്ടോ പറയുന്നത്, വരാത്ത ഒരുപാട് ബാച്ചസ് ഉണ്ട്, ഇതുവരെയും സംഭവിക്കാത്തതുണ്ട്. എന്നാൽ പറഞ്ഞതുള്ളൂ. കാരണം ഇവിടെ ഒരുപാട് എക്സാം നടക്കുന്നുണ്ട്. HA ആയിക്കോട്ടെ, HRM ആയിക്കോട്ടെ, MT ആയിക്കോട്ടെ, ഒരുപാട് എക്സാം നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടൈപ്പ് ചെയ്യാനൊക്കെ കുറച്ച് നമുക്കറിയാലോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. സോ ആ ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നേക്കാം. ഓക്കെ, സോ ഇഗ്നോർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് വലിയ വിഷയം അങ്ങനെ നിൽക്കരുത് മാത്രമേ ഉള്ളൂ. അതിന്റെ റിക്വസ്റ്റ് ആയിട്ടോ ഇങ്ങനെ വേണ്ടി നിൽക്കാത്തതാണോ. ഓക്കെ, അങ്ങനെ ഇതുപോലെ എപ്പോഴേക്കോ ആദ്യത്തെ ഏതൊരു ബാച്ചിൽ ചെറിയ സംഭവങ്ങൾ സ്വന്തമായിട്ട് പറയുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് മിസ്റ്റേക്ക് വരും എന്ന് പറയുന്നില്ല കേട്ടോ. വളരെ അപൂർവമാണ്. അപൂർവം എന്ന് വെച്ചാൽ വളരെയധികം അപൂർവം, അറിയാം അങ്ങനെ. പക്ഷെ മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ, എന്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാം, ഈ കോൺവെക്കേഷന് എല്ലാ ബാച്ചുകാരും എന്തൊക്കെയാ ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങൾക്ക് ഫസ്റ്റ് കോൺവെക്കേഷൻ ആണല്ലോ, ഞങ്ങൾക്ക് അറിയില്ല അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. അപ്പൊ എല്ലാവരും എന്തൊക്കെയാ പ്ലാൻ ചെയ്യാറ് അവിടെ, എല്ലാ ബാച്ചസും? കോൺവെക്കേഷൻ ഒരു ബാച്ച് പറയുകയാണെങ്കിൽ ആദ്യം മുതലേ പറയണോ, നിങ്ങൾ വരുന്നു, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു, രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സ്റ്റാക്ക് ബോക്സും അതുപോലെ നിങ്ങളുടെ ഒരു കോട്ടും കിട്ടും. സോ അതുകൊണ്ട് നിങ്ങൾ ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ കുറച്ചധികം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം. കാരണം എല്ലാ സ്റ്റുഡൻസ് വരണം, ഒരുപാട് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. സോ എല്ലാ സ്റ്റുഡൻസും വന്നിട്ട് നമ്മൾ ഒരു കുറച്ച് സ്റ്റുഡൻസ് എങ്കിലും വന്നാൽ മാത്രം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മീൻസ് അതുവരെ വെയിറ്റ് ചെയ്യൊന്നുമില്ല കേട്ടോ. കൂടി വന്നൊരു 10:30, അത് കൂടുതലൊന്നും പോകില്ല. ചിലപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ചിലപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പ്രയർ സ്റ്റാർട്ട് ചെയ്യും. പ്രയർ നിങ്ങളുടെ ബാച്ചിൽ നിന്ന് അല്ലെങ്കിൽ 19th ബാച്ചിന് ആരെങ്കിലും പ്രയർ ചൊല്ലാൻ റെഡി ആയിരിക്കണം. സോ പ്രയറിന് ആദ്യം പ്രയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഇനാഗുറൽ ഫംഗ്ഷൻസ് നടക്കുന്നു. ഇനാഗുറൽ സ്പീച്ച് ആയിക്കോട്ടെ, വെൽക്കം സ്പീച്ച്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടേതായ ഫംഗ്ഷൻസ് നടക്കുന്നു. അതിനുശേഷം പ്ലെഡ്ജ് പറയുന്നു. നമുക്കൊരു പ്ലെഡ്ജ് ഉണ്ട്, മോണ്ടിസോറി സ്പെഷ്യൽ ആണ്, പ്ലെഡ്ജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നമ്മുടെ ഡാൻസ്, ടീച്ചേഴ്സിന് ഡാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ, മീൻസ് ഇപ്പോ അതല്ലാതെ ഇപ്പോ പ്രോഗ്രാംസ്, ഇപ്പോ ഇനാഗുറൽ സ്പീച്ചിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ, സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ സോങ്സ് ആകാം, ഡാൻസ് ആകാം, എന്താണെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഇനാഗുറൽ സ്പീച്ചിന് മുന്നേ ചിലപ്പോ അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ നടത്തും. കാരണം പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആണല്ലോ. അപ്പൊ കുറച്ച് പ്രോഗ്രാം അതെല്ലാം സ്റ്റുഡൻസിന് എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് ഇതേപോലെ ഇനാഗുറൽ സ്പീച്ച്, അതുപോലെ ടീച്ചേഴ്സിന് ഡാൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് ബാക്കി നടത്തുക. ആ ടൈമില് ചിലപ്പോ സ്റ്റുഡൻസ് എല്ലാവരും പോയിന്ന് വരും. മീൻസ് എല്ലാവരും അറിയാലോ ചില കാര്യം. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, അവര് കാര്യം കഴിയാൻ പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ചിലപ്പോൾ മിക്കവരൊക്കെ പോയെന്ന് വരാം, സ്റ്റേജിൽ ആരും ഇല്ലെന്നും വരാം. എന്നാൽ പോലും നിങ്ങളുടെ പെർഫോം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്ന് ഡാൻസും പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം പെർഫോം ചെയ്യണം. ഇനി ആരും ഇല്ല എന്ന് വിചാരിച്ച് പെർഫോം ചെയ്യാതെ പോകരുത്. ആരും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഉണ്ട്, കുറച്ച് സ്റ്റുഡൻസും എല്ലാവരും ഉണ്ടാകും, ടെക്നിക്കൽ ടീംസും ഞങ്ങളുടെ എല്ലാ സ്റ്റാഫ്സും മിക്കവരൊക്കെ ഉണ്ടാവും. സോ സ്റ്റുഡൻസിന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം അതൊക്കെ അവർ ഇഷ്ടമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ആരും ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ പെർഫോം ചെയ്യാതെ പോകരുത്. കാരണം ആ സ്റ്റേജ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇതൊന്ന് പെർഫോം ചെയ്യുന്നത്, നമുക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് എങ്ങനെയുള്ള യൂസ് ചെയ്യാന്നാണ്, ഫുൾ ഫ്രീഡം അവിടെ ഉണ്ടാകും, മനസ്സിലായോ? പക്ഷെ എല്ലാം പ്രോഗ്രാംസ് എല്ലാനും ആ ഒരു നിങ്ങൾ നല്ല രീതിയിൽ ലാഗിങ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്യണം എന്ന് മാത്രം. ഇപ്പോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സോങ്സിന്റെ കരോക്കെ ആണെങ്കിലും ഇനിയിപ്പോ ഡാൻസിങ് ട്രാക്ക് ആണെങ്കിലും എല്ലാം ഓൾറെഡി നിങ്ങൾ അവിടെ വന്ന് ഞങ്ങൾ അവിടെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ല ഓൾറെഡി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ലാഗിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരിക്കണം.
ഓക്കെ, അങ്ങനെ പെട്ടെന്ന് ലാഗിങ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാംസ് വേഗം കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ നടക്കുന്നത്. പിന്നെ എത്ര മണി വരെയാ? എത്ര മണി ആ, വരെയാണ്? ഒരു 3:30 വരെ വരും. ഫ്രീ ആയതുകൊണ്ട് 3:30 വരെ എന്തായാലും അത്രയും പ്രതീക്ഷ വേണ്ടേ നിങ്ങള്. ഓക്കെ, അതിനുശേഷം മാത്രം ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക. പെട്ടെന്ന് പോകണം ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കുറച്ച് ടൈം എടുത്ത് പോയാലും മതി, ധൃതി പിടിക്കരുത്. മാം ഡാൻസ് ഇപ്പൊ ഞങ്ങള് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്വയം ഇരുന്ന് പഠിക്കുക. അതിന്റെ അവിടെ സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ ടൈമോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? നിങ്ങൾ എല്ലാവരും കറക്റ്റ് വരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് സമയം കിട്ടും പ്രാക്ടീസ് ചെയ്യും. എല്ലാവരും ഓൺ ടൈമിന് വരാന്ന് മാത്രം. നിങ്ങൾ ചിലപ്പോൾ അവിടെ 9 മണിക്ക് എത്തിയെന്ന് വിചാരിക്കും. 9 മണിക്ക് ഒരിക്കലും അവർ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യില്ല, അതാദ്യം മനസ്സിലാക്കും. പക്ഷെ നിങ്ങൾ 9 മണിക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് കുറച്ച് സമയം കിട്ടും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾക്ക് വേറെ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇനാഗുറൽ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പെർഫോമൻസും ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ എല്ലാവരും എനിക്കുള്ള എല്ലാ സ്റ്റുഡൻസും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് കുറച്ചുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പോകുന്ന കാര്യമാണെങ്കിലും 3:30 നിങ്ങൾ മാക്സിമം പ്രോഗ്രാം 3:30 കഴിയുമെന്ന് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ അല്ലെ, ഇപ്പൊ ട്രെയിൻ ആണെങ്കിൽ നമുക്ക് ആലുവയിൽ വരെ പോകേണ്ടി വരും, അല്ലെങ്കിൽ എറണാകുളത്ത് പോകേണ്ടി വരും. ആ ടൈം കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാമോ. ഓക്കെ, ആ ഒരു ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെന്താ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഡൗട്ട്സ് പ്രോഗ്രാംസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യുക. നിങ്ങളുടെ പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ത്രൂ ആണ് എല്ലാവരും ചെയ്യുക. സൂം മീറ്റിംഗ് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് ഓൺലൈൻ ത്രൂ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പൊതുവെ അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സ്റ്റുഡൻസ് അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ആ ടൈമിൽ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അതും ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരുമിച്ച്. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പൊതുവെ കേട്ടോ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഫുഡും അങ്ങനെയുള്ള സ്നാക്സ് അങ്ങനത്തെ പരിപാടികളുണ്ടോ മാം? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് നമ്മളവിടെ കൊടുക്കുന്നില്ല പൊതുവെ. ഫുഡ് ഒരു കാര്യം പറയട്ടെ, ഫുഡ് പൊതുവെ കഴിക്കാനുള്ള സമയം കിട്ടാറില്ല, അതാണ് സത്യം. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ചിലപ്പോ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്ത് എല്ലാവരും ഇപ്പൊ ഒരു മണിക്ക് മുന്നേ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം കംപ്ലീറ്റ് ആകാണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു മണിക്ക് മുന്നേ നമ്മൾ പ്രോഗ്രാംസ് ഏകദേശം കംപ്ലീറ്റ് ആകാണ്. പ്രോഗ്രാംസ് മീൻസ് ഇനാഗുറൽ സ്പീച്ചും അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ 1 മണിക്ക് മുന്നേ കഴിഞ്ഞു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മണിക്ക് നമുക്ക് പുറത്ത് പോയി എല്ലാവർക്കും ലഞ്ച് കഴിക്കാം. ഇപ്പൊ ടീച്ചേഴ്സിനടക്കം എല്ലാവർക്കും പോയി ലഞ്ച് കഴിക്കാം. ഇനി എന്തെങ്കിലും കാരണവശാൽ ലാഗിങ് വരാണെങ്കിൽ ഈ 1 മണി കഴിഞ്ഞു എന്ന് വിചാരിക്കും, ലഞ്ച് മിക്കവാറും സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ ചെയ്യാറ്, സ്കിപ്പ് ചെയ്യും. കാരണം നമുക്ക് ലഞ്ച് കഴിച്ചു, ലഞ്ച് ബ്രേക്ക് കൊടുത്തു, പിന്നെ അത്രയും ലാഗിങ് വരും, അവിടെ നിങ്ങൾ പോകാൻ ലേറ്റ് ആകും. അതുകൊണ്ട് മാക്സിമം അങ്ങനെ സ്കിപ്പ് ചെയ്യാറുണ്ട് പൊതുവെ. പക്ഷെ എല്ലാ സ്റ്റുഡൻസും കറക്റ്റ് ടൈമിന് വരാണെങ്കിൽ ഇതെല്ലാം നല്ല രീതിയിൽ നടക്കും. 1 മണിക്ക് നമുക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടും, അതിനുശേഷം പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്തെല്ലാം ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു മാത്രം. 18-നും 19-നും ആകുമ്പോൾ ഒന്നും കൂടി സ്ട്രെങ്ത് കൂടും. അപ്പൊ ലഞ്ച് ബ്രേക്ക് ഒന്നും കിട്ടാൻ വഴിയില്ല. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ കയ്യിൽ കരുതുക, വിശപ്പ് നടക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കയ്യിൽ കരുതുക. ഓക്കെ, ഇപ്പൊ കമ്പൈൻഡ് സ്ട്രെങ്ത് കുറയുന്നതനുസരിച്ചിട്ടോ നമുക്ക് സ്ട്രെങ്ത് കുറവായിരിക്കും ചിലപ്പോ വരാം. ഇപ്പൊ കഴിഞ്ഞ ബാച്ച് 16 മാത്രം മതി എന്ന് അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് നമുക്ക് അവർക്ക് ഇത്രയും കുറച്ചധികം 65 സ്റ്റുഡൻസ് ഉണ്ട്. ആ ബാച്ച് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ സ്ട്രെങ്ത് കൂടുതലനുസരിച്ച് നമുക്ക് ഒരു ബാച്ച് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ മിക്കവാറും 18, 19 ഒരുമിച്ചായിരിക്കും, സ്ട്രെങ്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ്. അങ്ങനെ വേറെ ബാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവരവരെ കാര്യം നോക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം. 16 മാത്രമല്ല, 16 17 ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ പറഞ്ഞ. പക്ഷെ സ്ട്രെങ്ത് കുറവായിരുന്നു, 65 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലും കുറച്ച് പേര് മാത്രമേ വന്നുള്ളൂ. അങ്ങനെയുമുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വരണമെന്നൊന്നുമില്ല. ഗ്രൂപ്പായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റില്ലേ? ഫോട്ടോ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ഒരു ടൈം മാത്രം ഒരു 3:30 നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വരാം. ആ ടൈമിൽ ഇറങ്ങുള്ളൂ എന്ന് പ്രതീക്ഷിക്കുക. അപ്പൊ ഒരുപാട് ടൈം നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം. നിങ്ങൾ നേരിട്ട് കാണാണ്, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് ആയിട്ടാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ മാത്രം റിട്ടേൺ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക. കാരണം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, മെസ്സേജ് ടിക്കറ്റ്സ് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾ പോവാണ് പറഞ്ഞ എല്ലാവരും അവിടെ നിന്ന് പോകുന്നത് ഞാൻ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും
ഞാൻ നേരത്തെ പറയുന്നത് ടിക്കറ്റ്സ് അങ്ങനെ മാത്രം ബുക്ക് ചെയ്യാം. ഓക്കെ, റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ മാത്രം റിട്ടേൺ ടിക്കറ്റ്സ് ബുക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടും. ക്ലിയർ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫാമിലീസിനെ കൊണ്ടുവരാല്ലേ മാം? പിന്നൊന്നുമില്ല, ബാക്കിയൊക്കെ പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തേഴ്സ്ഡേ ഉണ്ടാകും, ജോയിൻ ചെയ്യാം. കോൺടാക്ട്സും പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്താലോ? നേരത്തെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, സോ താങ്ക് യു all. See you next class. Okay, bye to all. Okay, ma'am. Thank you.